ഹലോ മക്കളെ, എല്ലാവർക്കും പിനൂസ് ട്യൂട്ടോറിയൽസിന്റെ എക്സാം സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന്, അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ എബിലിറ്റി ഓഫ് എ മെസ്സേജ് ഓർ ഡാറ്റ ടു ബി പ്രോസസ്ഡ് ഇൻ മോർ ദാൻ വൺ ഫോം ഈസ് കോൾഡ്. അതായത് അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ പോളിമോർഫിസം, ഓപ്ഷൻ ബി എൻകാപ്സുലേഷൻ, ഓപ്ഷൻ സി ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഇൻഹെറിറ്റൻസ്. ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ എ പോളിമോർഫിസം, ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നമുക്കറിയാം അതിലധികമോ ഫോംസിൽ നമുക്ക് ഡാറ്റ മെസ്സേജിനെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു എബിലിറ്റിയെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: റാപ്പിംഗ് അപ്പ് ഓഫ് ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ് ഈസ് കോൾഡ്. ദാറ്റ് ഈസ് ഡാറ്റ എൻകാപ്സുലേഷൻ. ഡാറ്റ എൻകാപ്സുലേഷൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ പൈസ നമ്മൾ അവിടെ നിന്ന് വിത്ഡ്രോ ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിൻ്റെ സമയത്ത് എങ്ങനെയാണ് ബാങ്ക് നമ്മുടെ ATM കാർഡ് എങ്ങനെയാണ് വെരിഫൈ ചെയ്യുന്നത്, നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ATM കാർഡിലൂടെ ബാങ്കിലേക്ക് ലഭിക്കുന്നത്, ഇങ്ങനെയുള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ഒരു കസ്റ്റമറിന് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, ATM സെൻറ്ററിലേക്ക് പോവുക, കാർഡ് ഇടുക, മെഷീൻ സ്വൈപ്പ് ചെയ്യുക, പൈസ എടുക്കുക. ഇതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. ഇനി ഹാഷ് പ്രൊട്ടക്ട് ഡാറ്റ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്. അതിൻ്റെ ഓപ്ഷൻ എ പോളിമോർഫിസം, ഓപ്ഷൻ ബി എൻകാപ്സുലേഷൻ, ഓപ്ഷൻ സി ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി നമുക്കറിയാലോ കറക്റ്റ് ആൻസർ എന്താ? സി, ഓപ്ഷൻ സി ഡാറ്റ അബ്സ്ട്രാക്ഷൻ. അതായത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ അവർ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. സോ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിൽ നിന്ന് ഡാറ്റയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആണ്. അടുത്ത ചോദ്യം: വാട്ട് യു മീൻ ബൈ ഇൻഹെറിറ്റൻസ് ഇൻ C++? C++ൽ ഇൻഹെറിറ്റൻസ് എന്താണ്? ഇൻഹെറിറ്റൻസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഒബ്ജക്ട്സ് ഓഫ് വൺ ക്ലാസ് അക്വയർ ദ പ്രോപ്പർട്ടീസ് ആൻഡ് ഫങ്ഷനാലിറ്റീസ് ഓഫ് അനദർ ക്ലാസ്. അതായത് നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ വെഹിക്കിൾസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ, ഈ വെഹിക്കിൾസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ കുറച്ച് ഫങ്ഷനാലിറ്റീസ് ഉണ്ടാവുമല്ലോ. അതായത് ഓരോ വെഹിക്കിൾസിനും സ്പീഡ് ഉണ്ടാവും, ഫ്യൂവൽ കപ്പാസിറ്റി ഉണ്ടാവും. ഈ സ്പീഡ്, ഫ്യൂവൽ കപ്പാസിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വെഹിക്കിൾസ് എന്ന് പറയുന്ന കോമൺ ക്ലാസ്സിന് കോമൺ ആയിട്ടുള്ളതാണ് അല്ലേ. ഇതിൽ നിന്ന് രണ്ട് ക്ലാസ്സുകൾ നമുക്ക് എടുക്കാം അല്ലേ. കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുത്തു, അതായത് കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തു. അതുപോലെ ബൈക്ക് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന് ഡിറൈവ് ചെയ്തെടുത്തു. അതായത് കാറിനും ഫ്യൂവൽ കപ്പാസിറ്റി ഉണ്ട്, ബൈക്കിനും ഫ്യൂവൽ കപ്പാസിറ്റി ഉണ്ട്. ഈ രണ്ടിനും സ്പീഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാലിറ്റിയും ഉണ്ട്. അതോടൊപ്പം തന്നെ കാറിന് മാത്രമായിട്ട് ചിലപ്പോൾ ചില സ്പെസിഫിക് ഫീച്ചേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എയർ കണ്ടീഷൻ, AC എന്ന ഫീച്ചർ കാറിന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതുപോലെ കിക്ക് സ്റ്റാർട്ട് എന്ന ഫീച്ചർ എന്ന് പറയുന്നത് ബൈക്കിന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സോ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ? അതായത് ആ മെയിൻ ക്ലാസിൻ്റെ പ്രോപ്പർട്ടീസും ഫംഗ്ഷനാലിറ്റീസും എല്ലാം ഡിറൈവ് ചെയ്ത ക്ലാസ്സിൽ ലഭിക്കുന്നതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എക്സാമിന് മുന്നേ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഡയറക്റ്റ് DM ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.